കേരള കോൺഗ്രസിന് ഇത്തവണ രാജ്യസഭാ സീറ്റ് ലഭിച്ചേക്കില്ല. വിജയസാധ്യതയുള്ള 2 സീറ്റുകൾ CPIക്കും CPIMനുമായിരിക്കും. അതേസമയം ജോസ് കെ മാണിയെ അനുനയിപ്പിക്കാൻ പ്രത്യേക ഫോർമുല ഒരുക്കും. എളമരം കരീം, ബിനോയ് വിശ്വം, ജോസ് കെ മാണി എന്നിവരാണ് രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്നത്. ഇടതുമുന്നണിക്ക് വീണ്ടും 2 പേരെ രാജ്യസഭയിൽ എത്തിക്കാൻ കഴിയും. നിലവിലെ സാഹചര്യത്തിൽ CPMും CPIയും സീറ്റുകൾ പങ്കിടും. സിറ്റിംഗ് സീറ്റ് വിട്ടുനൽകാൻ കഴിയില്ല എന്ന് CPI സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാജ്യസഭാ സീറ്റ് എന്ന ആവശ്യം LDFൽ ഉന്നയിക്കുമെന്നാണ് കേരള കോൺഗ്രസ് M നേതാക്കൾ പറയുന്നത്. എന്നാൽ CPMും CPIയും സിറ്റിംഗ് സീറ്റുകൾ വിട്ടുനൽകാത്ത സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് Mനെ അനുനയിപ്പിച്ച് കൂടെ നിർത്താനാണ് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ ആലോചിക്കുന്നത്. RJDയും രാജ്യസഭാ സീറ്റിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കേണ്ട എന്ന നിലപാടിലാണ് CPM. ജൂലൈ 1-നാണ് 3 പേരുടെയും കാലാവധി പൂർത്തിയാകുക. ജൂൺ 6-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. ജൂൺ 13 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 14-നാണ് സൂക്ഷ്മ പരിശോധന. ജൂൺ 18-ന് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതിയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.